DMK ഭയന്നിട്ടാണ് രജനീകാന്ത് രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടുമാറിയതെന്നുള്ള സ്റ്റേറ്റ്മെന്റാണ് തമിഴക വെട്രിക്കഴകത്തിന്റെ ജനറൽ സെക്രട്ടറിയായ ആദവ് അർജുന നൽകിയത്. 4-5 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പൊതുവേദിയിലാണ് ഈ ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയത്. അതിനുശേഷം രജനീകാന്ത് എന്ത് കാര്യം കൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമോ എന്ന കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പല രാഷ്ട്രീയ നേതാക്കൾ ഇതിനെതിരെ രംഗത്തെത്തിയത്. എടപ്പാടി പളനിസ്വാമിയും BJPയിലെ മറ്റ് നേതാക്കളും DMK നേതാക്കളും AIDMK നേതാക്കളും ഉൾപ്പെടെ എല്ലാവരും തന്നെ ഈ പ്രസ്താവനയ്ക്കെതിരെ രംഗത്തെത്തുകയും ചെയ്തു. കാരണം തമിഴ്നാട് ഇപ്പോൾ ഇലക്ഷൻ ചൂട് നിൽക്കുകയാണ്. സ്വാഭാവികമായിട്ടും TVK എന്ന് പറയുന്ന ഒരു എക്സ് ഫാക്ടറിലേക്ക് ആളുകളുടെ മനസ്സ് മാറും. വിജയ് എന്ന് പറയുന്ന ഒരു എക്സ് ഫാക്ടറിലേക്ക് പോലും 2026 തമിഴ്നാട് ഇലക്ഷൻ ബാധിക്കുമെന്നാണ് ചിന്തിക്കുന്നത്. എന്തായാലും 4 ദിവസങ്ങൾക്ക് ശേഷം ഇതാ രജനീകാന്ത് ഒരു ഓപ്പൺ ലെറ്ററുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. ആദവ് അർജുനയുടെ ഈ സ്റ്റേറ്റ്മെന്റ് ഒട്ടും ശരിയല്ല എന്നും ഇത് സത്യമല്ല എന്നതും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് പറയുന്നതെന്നുമാണ് രജനീകാന്ത് ഈ സ്റ്റേറ്റ്മെന്റിലൂടെ പറയുന്നത്. നമുക്ക് രജനീകാന്ത് പറഞ്ഞ വാചകത്തിലേക്ക് തന്നെ ഡയറക്റ്റ് ആയിട്ട് പോകാം. Mr. Adav Arjuna recently made an untrue comment about me. I express my heartfelt gratitude to the leader of the opposition in the Tamil Nadu Legislative Assembly, Honorable Edappadi K. Palaniswamy, Tamil Nadu BJP President Nainar Nagendran, Union Minister L. Murugan, Tamil Nadu Minister Raghupati, Thol Thirumavalavan, SP Velumani, my friend K. Annamalai, Arjunamurthy, Anbumani Ramados, G.K. Vasan, John Pandian, Pugarendi and many other political leaders. I also thank Amir, G. Dhananjayan, friends from the film industry, Nakiran Gopal, Chanakya Rangaraj Pandey, the media and all the wonderful fans who continue to support me. Last statement ആണ്, time does not speak but waits and answers എന്നുള്ളത്. സമയം സംസാരിക്കില്ല, കാത്തിരുന്ന് മറുപടി പറയും എന്നുള്ളതാണ്. എന്തായാലും രജനീകാന്തിന്റെ ഈ സ്റ്റേറ്റ്മെന്റ് ചെറിയൊരു സ്പാർക്ക് അല്ല സൃഷ്ടിച്ചിരിക്കുന്നത്. കാരണം രജനി ഇപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ഒരു അംഗം പോലുമല്ല, രാഷ്ട്രീയത്തിൽ നിന്നും പൂർണ്ണമായും വിട്ടു നിൽക്കുകയാണ്. അവിടെ നിന്നുകൊണ്ടാണ് TVKയുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞൊരു പ്രസ്താവനയ്ക്കെതിരെ രജനി രംഗത്തെത്തുന്നത്. സ്വാഭാവികമായിട്ടും അത് TVKയുടെ വിജയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തൻ്റെ വലം കൈക്കെതിരെ തന്നെ ഈ മറുപടി പറയുമ്പോഴാണ് രജനി TVKക്കെതിരെ തിരിയുന്നത്, രജനി വിജയ്ക്കെതിരെ തിരിയുന്നത്. സ്വാഭാവികമായിട്ടും തമിഴ്നാട് രാഷ്ട്രീയം ചൂടേറിയ ദിവസങ്ങളിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് താരങ്ങളെക്കാൾ ഉപരി ഒരു താരം തമിഴ്നാട്ടിൽ തന്നെ ഇലക്ഷൻ കോൺടെസ്റ്റ് ചെയ്യാൻ നിൽക്കുന്ന ഒരു താരം, മറ്റൊരു താരമാവട്ടെ തലൈവർ എന്ന് വളരെയധികം നെഞ്ചോട് ചേർത്ത് വെച്ച് തമിഴ്നാട് ചേർന്ന് വിളിക്കുന്ന ഒരു താരം. ഇരുവരും ചേർന്ന് ഒരു വലിയ ക്ലാഷിലേക്ക് ഇപ്പോൾ നീങ്ങുകയാണ്. എന്തായാലും തലൈവർ വേഴ്സസ് തളപതി എന്ന ഹാഷ്ടാഗ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡിങ് ആണ്. അതിന് പ്രധാനപ്പെട്ട കാരണം തലൈവർ രജനീകാന്ത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടതോടുകൂടി തന്നെയാണ്. രജനീകാന്തിന്റെ ഈ പ്രസ്താവന സ്വാഭാവികമായിട്ടും വലിയൊരു കാട്ടുതീയാണ് സോഷ്യൽ മീഡിയയിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിൽ തന്നെ TMKക്കെതിരെ BJP, AIDMK ഉൾപ്പെടെയുള്ള നേതാക്കൾക്കൊക്കെ തന്നെ ഈ പാർട്ടിക്കൊക്കെ തന്നെ നന്ദി പറയുകയാണ് രജനി ചെയ്യുന്നത്. എല്ലാ പാർട്ടിയെയും വെറുപ്പിക്കാതെ എല്ലാവരോടും നന്ദി പറയുന്നു രജനി. അതോടൊപ്പം തന്നെ ആദവ് അർജുനയുടെ ഈ സ്റ്റേറ്റ്മെന്റിനെതിരെ ശക്തമായ രീതിയിൽ ആഞ്ഞടിക്കുകയും ചെയ്യുന്നു. എന്താണ് ആദവ് അർജുന പറയാൻ ഉദ്ദേശിച്ചതെന്ന് നമുക്ക് നോക്കാം. അതായത് രജനിയെ ഭയപ്പെടുത്തി DMK രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടുമാറി രജനി രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്ന് പ്രഖ്യാപിച്ചത് മുതൽ തന്നെ DMKയിലെ ചില ആളുകൾ രജനിയെ പോയി വിരട്ടി എന്നതാണ് ആദവ് അർജുനയുടെ സ്റ്റേറ്റ്മെന്റ്. ആ വിരട്ടലിൽ ഭയന്നുകൊണ്ട് രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടുമാറാൻ രജനി തീരുമാനിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ആദവ് അർജുന പറയാൻ ശ്രമിക്കുന്നത്. ഇനി അതിലൂടെ ഉദ്ദേശം വെക്കുന്നതും മുന്നം വെക്കുന്നതും എന്താണ്? വിജയ് എന്ന വ്യക്തി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ ഇതുപോലെ ഒരുപാട് വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിടേണ്ടി വന്നു. എന്നാൽ രജനീകാന്തിനെ പോലെ ഭയന്നോടാൻ എൻ്റെ തലൈവരായ വിജയ് ശ്രമിച്ചില്ല. എൻ്റെ തലൈവർ, എൻ്റെ വിജയ് കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോയി. ഇപ്പോഴും അദ്ദേഹത്തിനെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, പക്ഷെ അതനുസരിച്ച് കളിക്കുകയാണ്. വിജയ് രാഷ്ട്രീയത്തിൽ നിന്നും ഒരു ചുവട് പിന്നോട്ട് പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ആദവ് അർജുന മുന്നോട്ട് വെച്ച സ്റ്റേറ്റ്മെന്റ്. അവിടെ നിന്നുകൊണ്ടാണ് രജനി ഈ ഒരു മറുപടിയും കൂടി വരുന്നത്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയുന്നു. DMK എന്ന പാർട്ടിയുടെ ഉപമുഖ്യമന്ത്രി അല്ലെങ്കിൽ തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയായ ഉദയനിധി സ്റ്റാലിൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന റെഡ് ജയന്റ് മൂവീസ് എന്ന പ്രൊഡക്ഷൻ കമ്പനിയിലും രജനീകാന്ത് അഭിനയിക്കുകയും ചെയ്തു ഭയത്താൽ എന്നതും കൂടി ആദവ് അർജുനയുടെ സ്റ്റേറ്റ്മെന്റ് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇത് രാഷ്ട്രീയത്തിൽ മാത്രമല്ല, ഇത് സിനിമയിലും കൂടി കലർത്തിക്കൊണ്ടാണ് ആദവ് അർജുനയുടെ സ്റ്റേറ്റ്മെന്റ് വരുന്നത്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രജനീകാന്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന
സിനിമ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന സിനിമ എന്ന് പറയുന്നത് രജനീകാന്തും കമൽഹാസനും ഒരുമിച്ച് അഭിനയിക്കാൻ പോകുന്ന സിനിമയാണ്. ഏകദേശം 47 വർഷങ്ങൾക്ക് ശേഷം തമിഴ്നാട്ടിലെ 2 പ്രധാനപ്പെട്ട താരങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമയാണ്. ആ സിനിമ നിർമ്മിക്കുന്നത് ആരാണ്? ആ സിനിമ നിർമ്മിക്കുന്നത് റെഡ് ജയന്റ് മൂവീസ് ആണ്. ഇൻബൻ ഉദയനിധിയുടെ ബാനറിലാണ് ആ ചിത്രം വരുന്നത്. റെഡ് ജയന്റ് മൂവീസിന് ഇതിനു മുൻപ് വരെ ഉദയനിധി ടാലന്റ് പ്രസൻസ് എന്നായിരുന്നെങ്കിൽ ഈ സിനിമ തൊട്ട് അത് ഇൻബൻ ഉദയനിധി എന്നതാക്കി മാറ്റി. പക്ഷെ എന്നാൽ പോലും ഇതെല്ലാം സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിൻ, ഇൻബൻ ഉദയനിധി ഈ ഒരു തലമുറയിൽപ്പെട്ടതായതുകൊണ്ട് തന്നെയാണ് ഈ DMK-ക്കെതിരെ പറയുമ്പോൾ പോലും അതുമായി ബന്ധപ്പെട്ടുള്ള നെറേറ്റീവായിട്ട് സ്വാഭാവികമായിട്ടും സംസാരിക്കപ്പെടുന്നത്. എന്തായാലും ഇതിനെതിരെ ശക്തമായിട്ട് തന്നെയാണ് രജനീകാന്ത് മുന്നോട്ട് വന്നിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ രജനി ഇതിൽ നിന്നും ഒന്നും മിണ്ടാതിരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരുപാട് തരത്തിലുള്ള എലിഗേഷൻസ്, സ്പെക്കുലേഷൻസ് ഒക്കെ രജനീകാന്തിനെതിരെ ഇതിന് മുന്നേയും വന്നിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ തന്നെ മറുപടിയായിട്ട് രജനീകാന്ത് വരാറില്ല. പക്ഷെ സ്വാഭാവികമായിട്ടും തന്നെ രാഷ്ട്രീയത്തിൽ നിന്നും മാറ്റി നിർത്താനുള്ള കാരണം DMK ആണെന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് തമിഴക വെട്രിക്കഴകത്തിലെ ജനറൽ സെക്രട്ടറി, സാധാരണ ആളല്ല, വിജയുടെ വലങ്കയായി, തമിഴക വെട്രിക്കഴകത്തിൽ വിജയുടെ വലങ്കയായ ആദവ് അർജുന തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മുന്നോട്ട് വെക്കുമ്പോഴാണ് രജനി അതിനെതിരെ മറുപടി പറയുമ്പോൾ അത് ആദവ് അർജുനയ്ക്കെതിരെ മാത്രം പറയുന്നതല്ല, അത് വിജയ്ക്കുള്ള മറുപടിയാണ്, അത് തമിഴക വെട്രിക്കഴകത്തിലുള്ള മറുപടിയാണ്, അത് തമിഴ്നാട് രാഷ്ട്രീയത്തിലുള്ള മറുപടിയാണ് എന്നത് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. TVK എന്ന് പറയുന്ന എക്സ് ഫാക്ടർ സ്വാഭാവികമായിട്ടും 2026 തമിഴ്നാട് ഇലക്ഷനിലേക്ക് വരുമ്പോൾ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ തമിഴ്നാട് ജനതയിൽ ഉണ്ടാക്കും എന്ന് തന്നെയാണ് പല രീതിയിലുമുള്ള എക്സിറ്റ് പോൾ സർവേകളിൽ നിന്നും വ്യക്തമാക്കുന്നത്. കാരണം അതൊരു വലിയ എക്സ് ഫാക്ടറാണ്. വിജയെ നമുക്ക് ഈ ഇലക്ഷനിൽ നിന്നും ഒറ്റയടിക്ക് മാറ്റിക്കളയാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ വിജയും BJP അലയൻസിനെ കുറിച്ച് കുറച്ച് നാളുകളായി സംസാരിക്കുന്നുണ്ട്. എന്നാൽ അതിൽ നിന്നുമെല്ലാം TVK മാറി നിൽക്കുന്നു എന്നുള്ളതാണ് നിലവിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളായിട്ട് വരുന്നുള്ളത്. കൃത്യമായി BJP അതനുസരിച്ച് ഉന്നം വെക്കുന്നുണ്ട്. TVK-യുമായിട്ടുള്ള അലയൻസിന് വേണ്ടിയിട്ട് NDA ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും TVK ആ അലയൻസുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴിതാ രജനിയുടെ ഈ ഒരു പ്രതികരണവും കൂടി വരുന്നത്. സ്വാഭാവികമാണ്, അത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ ഓളങ്ങൾ സൃഷ്ടിക്കുന്നു. രജനീകാന്തിൻ്റെ ഈ സ്റ്റേറ്റ്മെന്റ് ആദവ് അർജുനയ്ക്ക് നേരെ മാത്രമല്ല, അത് വിജയ്ക്ക് നേരെയും കൂടിയാണ്. ഈ വിജയ് രജനീകാന്ത് പ്രശ്നം ആദ്യമായിട്ടാണോ വരുന്നതല്ല. തമിഴ്നാട്ടിൽ സിനിമാ മേഖലയിൽ പ്രത്യേകിച്ച് ഈ 2 പ്രധാനപ്പെട്ട താരങ്ങളും വലിയ പ്രബല ശക്തികളായിട്ട് നിന്നൊരു സമയം കൂടി ഉണ്ടായിരുന്നു, ഇപ്പോഴും അതെ. പക്ഷെ ഒരു ഘട്ടത്തിൽ തമിഴ്നാട്ടിൽ തിയേറ്ററുകൾ നിറയ്ക്കാൻ ഏത് താരമായിരിക്കും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുക എന്നൊരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു. അവിടെ നിന്നുകൊണ്ട് വിജയ്ക്ക് ഒരു ഫാൻ ബേസ്, രജനിക്ക് ഒരു ഫാൻ ബേസ്, അതനുസരിച്ചുള്ള ഈ ഫാൻസുകൾ തമ്മിലുള്ള തർക്കങ്ങൾ, യുദ്ധങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഞാനൊരു ചെറിയ കാര്യം കൂടി പ്രേക്ഷകരുടെ മുൻനിർത്തിക്കൊണ്ട് സംസാരിക്കാം. ഈ കാക്ക കഴുക് എന്ന് പറയുന്നൊരു പരാമർശം ഉണ്ടായിരുന്നു രജനിയുടെ ഭാഗത്ത് നിന്ന്. അതായത് ജയിലർ സിനിമയുടെ ഓഡിയോ ലോഞ്ച് നടക്കുകയാണ്. ഈ ജയിലർ സിനിമയുടെ ഓഡിയോ ലോഞ്ചിൽ ഈ കാക്കയും കഴുകും തമ്മിലുള്ള ഒരു കമ്പാരിസൺ രജനിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായി. ആ സമയത്ത് പറഞ്ഞത്, ഈ കഴുകൻ പറക്കുന്നത് കണ്ടിട്ട് കാക്ക അതനുസരിച്ച് മുകളിലോട്ട് പറക്കാൻ നോക്കും. അപ്പൊ കഴുകൻ കുറച്ചുകൂടെ മുകളിൽ പറക്കും, കാക്ക വീണ്ടും കുറച്ച് മുകളിലോട്ട് പറക്കും, കഴുകൻ വീണ്ടും പറക്കും, കാക്കയ്ക്ക് പക്ഷെ പറ്റില്ല എന്നതായിരുന്നു രജനി പറഞ്ഞത്. അതിനകത്ത് പലരും പറഞ്ഞത് രജനിയാണ് കഴുകൻ, കാക്ക എന്ന് പറയുന്നത് വിജയാണ്. രജനി ഇങ്ങനെ പാറി നടക്കും അല്ലെങ്കിൽ പറക്കും, അത് കണ്ടിട്ട് വിജയ് പറക്കാൻ ശ്രമിച്ചാൽ എത്തില്ല എന്നൊരു നറേറ്റീവ് എത്തിച്ചു. ആ നറേറ്റീവ് വെറുതെ ആയിരുന്നില്ല. കാരണം ലിയോ എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ചിൽ വിജയ് ഇതിനുള്ള മറുപടി പറയാതെ പറയുകയും ചെയ്തു. ഈ കാക്ക കഴുക് എന്ന് പറയുന്ന പരാമർശം, ആ വാക്കുകൾ ഉദ്ധരിക്കുക തന്നെ ചെയ്തു വിജയ് ലിയോ ഓഡിയോ ലോഞ്ചിൽ. അതിനുശേഷമാണ് ലാൽ സലാം എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ച് ഫംഗ്ഷനിൽ വെച്ച് രജനി പറഞ്ഞത്, ഞാനും വിജയും തമ്മിൽ ഒരു പ്രശ്നമുള്ളതുപോലെ തോന്നിയെന്നുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണയാണ്, അങ്ങനെ ഞങ്ങൾക്കിടയിൽ പ്രശ്നമില്ല എന്ന് രജനി പറയുകയും ചെയ്തു. പക്ഷെ കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി. ഇങ്ങനെ ഇവർ തമ്മിലുള്ള റൈവൽറി പ്രത്യക്ഷമായി 2 ഓഡിയോ ലോഞ്ച് ഫംഗ്ഷനിൽ വെച്ച് പറഞ്ഞപ്പോൾ തന്നെ ഇങ്ങനൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഇപ്പോൾ TVK രാഷ്ട്രീയ പാർട്ടിയുമായി മുന്നോട്ട് വരുന്ന സമയത്ത് രജനീകാന്തിനോട് ചോദ്യം ചോദിച്ചപ്പോൾ പോലും അദ്ദേഹം മറുപടി പറഞ്ഞില്ല. അദ്ദേഹം ആ ചോദ്യത്തിൽ നിന്നും ഒഴിവാവുകയാണ് ചെയ്തത്. TVK എന്ന രാഷ്ട്രീയ പാർട്ടിയോട് ഒരു അനുഭാവമോ ഒന്നും തന്നെ രജനീകാന്ത് മുന്നേയും കാണിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ ഇപ്പോൾ TVKയുടെ ജനറൽ സെക്രട്ടറിയുടെ പ്രസ്താവനയ്ക്ക് രജനീകാന്ത് മറുപടി പറയുമ്പോൾ നിന്നും അത് വ്യക്തമാണ്. അതോടൊപ്പം തന്നെ മറ്റു പാർട്ടികളെയും കൂടി താങ്ക് ചെയ്യുന്നുണ്ട്, നന്ദി പറയുന്നുണ്ട് മറ്റു പാർട്ടികളിലെ നേതാക്കളോട്. അവിടെ നിന്നുകൊണ്ടാണ് ഈ ഒരു ക്ലാഷ്, തലൈവർ വേഴ്സസ് തളപതി, സിനിമയിൽ നിന്നും മാറി പോളിറ്റിക്സിലും കൂടി എൻ്റർ ആവുന്നതായിട്ടുള്ള ക്ലിയർ കട്ട് ഇമേജ് ഇപ്പോൾ മുന്നോട്ട് വരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.